ഹായ് അസ്സലാമു അലൈക്കും റമദാൻ മുബാരക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഈ സ്നാക്കിന് ഞാൻ പേരൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞിട്ട് എന്ത് പേരാണ് ഇതിന് വിളിക്കാൻ തോന്നുന്നതെന്ന് വെച്ചാൽ അത് ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയട്ടോ. അതിനനുസരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ പേരിടാം. ആര് പറയുന്ന പേരിനാണോ ഏറ്റവും കൂടുതൽ ലൈക്സ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഏറ്റവും അടിപൊളിയായിട്ട് കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേര് ആരാണോ പറയണതെന്ന് വെച്ചാൽ അവർക്ക് എൻ്റെ വക ഒരു സമ്മാനം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് നിങ്ങളെ മനസ്സ് തോന്നുന്ന ആ പേര് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, എന്തായാലും ഇഷ്ടമാവും. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോണതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മുറിച്ചെടുക്കാം. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. എല്ലില്ലാത്ത പീസസ് എടുക്കുന്നതാണ് കുറച്ചും കൂടെ നന്നാവുക. കാരണം നമ്മൾ അങ്ങനെ മുഴുവനായിട്ട് വായിലിട്ട് കടിക്കുന്ന സമയത്ത് എല്ല് കുടുങ്ങി കഴിയുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ കഴിയുന്നതും എല്ലില്ലാത്തത് എടുക്കാൻ നോക്കുക. എന്നിട്ട് ചിക്കൻ നമുക്ക് കട്ടി കുറച്ചിട്ട് ഇതുപോലെ ഒരു മീഡിയം സൈസുള്ള പീസസ് ആയിട്ട് മുറിച്ചെടുക്കാം. വല്ലാതെ കട്ടിയും വേണ്ട, എന്നാൽ വല്ലാതെ തിന്നാവുകയും വേണ്ട, അതുപോലെ വേണം നമ്മൾ മുറിച്ചെടുക്കാൻ. അപ്പോൾ ചിക്കൻ പീസസ് എല്ലാം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ബൗളിൽ നമുക്ക് മാരിനേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടി വേണം. ഇവിടെ ഉള്ളത് കാശ്മീരി ചില്ലി പൗഡറാണ്. അതധികം എരിവ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ എരിവിനായിട്ട് വേറെ ഒന്നും ചേർക്കണില്ല. അപ്പം സാധാ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ശ്രദ്ധിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോണത് ഉപ്പാണ്. കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അതിന് ശേഷം ഞാൻ ഇത്തിരി നമ്മുടെ ബാർബിക്യൂ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളടുത്ത് ഇപ്പം ബാർബിക്യൂ സോസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ സോയ് സോസോ ഒക്കെ ചേർത്ത് കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ബാർബിക്യൂ സോസ് ചേർത്തിട്ടുണ്ട്. ഇത് ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, കാരണം ഇതിൽ ഓൾറെഡി ഉപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ അത് കണക്കാക്കിയിട്ട് ചേർത്താൽ മതി. ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ ഈ ചിക്കൻ്റെ മാരിനേഷൻ കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഉള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊരു തട്ടിക്കൂട്ട് മാരിനേഷൻ ചെയ്തതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള മാരിനേഷൻ ചെയ്തിട്ട് അത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 2 ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലൊരു ഗ്രേറ്ററിലിട്ടിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. ഗ്രേറ്ററിൻ്റെ ആ വലിയ ഹോളുണ്ടല്ലോ, അതിലാണ് ചെയ്യേണ്ടത്. ചെറുതിലിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഫൈനായിട്ട് പോവും. അപ്പം അതുകൊണ്ട് കുറച്ചൊരു വലുപ്പത്തിൽ വേണം നമുക്കിത് കിട്ടാൻ. അപ്പോൾ ഞാൻ വലുതിലിട്ടിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനിയിപ്പോൾ ഗ്രേറ്റർ ഇല്ലെങ്കിൽ നമുക്കത് കട്ട് ചെയ്തെടുത്താലും മതി. ചെറിയ ചെറിയ പീസസായിട്ട് മുറിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയുള്ള പണികളൊക്കെ പെട്ടെന്ന് വേണം ചെയ്യാൻ, കാരണം ഉരുളക്കിഴങ്ങിൻ്റെ കളറ് മാറാൻ തുടങ്ങും. ഞാൻ ഈ ഉരുളക്കിഴങ്ങൾക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്നിട്ടിട്ട് മിക്സ് ചെയ്യാണ്. ഉപ്പൊന്നും ചേർക്കണില്ല, കാരണം നമ്മുടെ ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാനിത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡിസാനോൻ്റെ ഒലിവ് ഓയിലാണ് ഇത് പൊരിച്ചെടുക്കാൻ പോണത്. ഈ ഒലിവ് ഓയിലിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ചൊരു ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ സാധാരണ സൺഫ്ലവർ ഓയിലിലും കോൺ ഓയിലൊക്കെ പൊരിച്ചെടുക്കുന്ന ആ ഒരു സെയിം ടേസ്റ്റ് തന്നെയാണ് കിട്ടുക. എന്നാൽ അതിനൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പം ഹെൽത്തിയാണ്, കാരണം ഇത് ഒലിവ് വെച്ചിട്ടല്ല ഉണ്ടാക്കണേ. അപ്പം കമ്പാരിറ്റീവ്ലി നമുക്ക് ഹെൽത്തിയാണ് ഈ ഒലിവ് ഓയിൽ. അപ്പോൾ ഞാൻ അതൊഴിച്ചിട്ടാണ് ഇത് പൊരിച്ചെടുക്കുന്നത്. അങ്ങനെ പാൻ ചൂടായി വന്നപ്പം ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് കുറച്ചെടുത്തിട്ട് കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്നിങ്ങനെ പരത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുവിലായിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ വെച്ച് ഈ പൊട്ടാറ്റോൻ്റെ മിക്സിൽ ചിക്കൻ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കവർ ചെയ്തെടുക്കണം. നല്ല പോലെ കവർ ചെയ്തെടുക്കുക. ഇതുപോലെയാണ് നമ്മൾ ബാക്കിയുള്ള എല്ലതും ചെയ്തെടുക്കേണ്ടത്.
ഇനി നമുക്കത് ചൂടായിട്ടുള്ള എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. അപ്പം പൊരിക്കുന്ന സമയത്ത് ഫ്ലെയിം മീഡിയത്തിൽ വെക്കുക, കാരണം ഉള്ളിലുള്ള ചിക്കൻ നമുക്ക് വേവണം. നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം പൊട്ടാറ്റോ പെട്ടെന്ന് വെന്ത് പോവും, അതായത് വെന്ത് കരിഞ്ഞു പോവും, ഉള്ളിലുള്ള ചിക്കൻ വേവുമില്ല. അതുകൊണ്ട് ഫ്ലെയിം ഒരു മീഡിയം ടു ലോയിലാക്കി കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ചിക്കൻ വേവാനെടുക്കുന്ന സമയം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇത്തിരി ഫ്ലെയിം കൂട്ടി കൊടുക്കുക. എന്നാൽ പിന്നെ ആ ഉരുളക്കിഴങ്ങ് നല്ല പോലെ മൊരിഞ്ഞ് ക്രിസ്പി ആയിട്ട് കിട്ടും. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ല ക്രിസ്പി ആവണ വരെ പൊരിച്ചെടുക്കുക. ഞാൻ ചിക്കൻ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം കട്ട് ചെയ്തെടുത്തതാണ്. ചിക്കൻ നല്ല പോലെ കുക്കായിട്ടുണ്ട്. ഞാനൊരു 7-8 മിനിറ്റോളം ഇത് അങ്ങനെ വെച്ചിട്ട് കുക്ക് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് കഴിക്കുക, വേവാതെ നിൽക്കൊന്നുമില്ല. പിന്നെ ബാക്കി വന്നിട്ടുള്ള പൊട്ടാറ്റോ അനിയന് ഓയിലിട്ട് പൊരിച്ചെടുത്തതാണ്. എന്നിട്ട് അത് വെച്ചിട്ട് മയണൈസ് ഉണ്ടാക്കാൻ പോവാണ്. പൊട്ടാറ്റോ വെച്ചിട്ട് മയണൈസ് ഉണ്ടാക്കുന്നത് ഞാൻ ഇതിന് മുന്നേ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ ഏതൊക്കെയോ ഇഫ്താർ വ്ളോഗ്സിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക. കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കയറിയിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇനി നമുക്കിത് സെർവ് ചെയ്യാം. സെർവ് ചെയ്യുന്ന സമയത്ത് കാണാൻ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പൈപ്പിംഗ് ബാഗിൽ മയണൈസ് ആക്കിയാണ്. എന്നിട്ട് അത് വെച്ചിട്ട് ഇതാ ഇതിൻ്റെ മേലെ ഇങ്ങനെ ഡെക്കറേഷൻസ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് കെച്ചപ്പ് വെച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ. നിങ്ങൾ ഇഷ്ടം പോലെ ഇഷ്ടമുള്ള രീതിക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. ഇത് ഏതൊരു ഫിലിമിലൊക്കെ പറഞ്ഞ പോലെ കാണാൻ വലിയ ലുക്കില്ല എന്നുള്ളൂ എന്ന് പറയുമല്ലോ, അതുപോലെ തന്നെയാണ് ഇതിൻ്റെ സംഭവം. കാണാൻ വലിയ രസമില്ല എന്നുള്ളൂ, പക്ഷെ കഴിക്കാൻ അടിപൊളിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് പറയുക. ഞാൻ 100% ഗ്യാരണ്ടി തരാണ്, നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും. അത്രയും ടേസ്റ്റ് ഉണ്ട്. നമ്മളെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫോട്ടോസൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴിയോ അല്ലെങ്കിൽ മെയിൽ വഴിയൊക്കെ സെൻഡ് ചെയ്ത് തരിക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. നിങ്ങളെ ലൈക്സ് ആണ് നമുക്ക് ഇനിയും വീഡിയോ ചെയ്യാനുള്ള എൻകറേജ്മെൻറ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.